സാറേ ഞാനിത് കണ്ടതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ ടു ആൾ. പക്ഷേ ഇത് കാണേണ്ടതാണ്. എല്ലാ സ്കൂളിലെ കുട്ടികളെ കൂടി പോലും അവർക്ക് ബസ്സിൽ കൊണ്ടുവന്ന് കാണിക്കാൻ തക്കവണ്ണമുള്ള ഒരു മെസ്സേജ് ഉൾപ്പെടുന്ന ഒരു പടമാണിത്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് മെസ്സേജ് ടു ദ യങ് ചിൽഡ്രൻ, +1 +2 ചിൽഡ്രൻ. അവർ ഈ സമൂഹത്തിലെ ഇനി വളർന്നു വരുന്ന നല്ലൊരു യൂത്താണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ അവർക്ക് ഇടപഴകാനും അതോടൊപ്പം പഠിത്തത്തിനെ ഇത് ബാധിക്കുന്നതേ ഇല്ല. സാംസ്കാരിക രംഗങ്ങളിൽ ഇവർ എങ്ങനെ ഇടപഴകുന്നതിൽ തെറ്റ് കാണരുത് എന്നുള്ളത് ഒരു മെസ്സേജ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ ടീച്ചർ, ദ പ്രിൻസിപ്പൽ ഈസ് ടെല്ലിങ് ദാറ്റ് എന്തൊക്കെ വേണമെങ്കിലും ആയിക്കോ, പെൺകുട്ടികളായി പോവുക, ആൺകുട്ടികളായി പോവുക. ഫസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നല്ല മെസ്സേജ് ഫ്രം ദ പ്രിൻസിപ്പൽ. എല്ലാ സ്കൂളുകളിലുമുള്ള എല്ലാ പ്രിൻസിപ്പലും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടികൾ എന്താണ് പല രീതിയിലും ചീത്തയാക്കാൻ നമുക്ക് സർക്കംസ്റ്റാൻസസ് ഉണ്ട്. പക്ഷേ ആ സർക്കംസ്റ്റാൻസസിലൊന്നും വീഴാതെ ഇടപഴകി കൈകോർത്ത് നിങ്ങൾ നന്നായി പഠിച്ച് നല്ല സമൂഹത്തെ വാർത്തെടുക്കുക. ഇതൊരു മെസ്സേജായിട്ട് തോന്നുന്നില്ലേ? കാരണം നല്ലൊരു മെസ്സേജാണ്, നല്ലൊരു പടത്തിന് അധികം ക്രൗഡ് ഇല്ല. അത് എന്നാണെന്ന് വെച്ചാൽ അത് പബ്ലിസിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ? ആ കഥയുടെ സാരാംശങ്ങൾ ഇപ്പോൾ ഈ കഥയുടെ രണ്ട് മൂന്ന് സാരാംശം എൻ്റെ മനസ്സിൽ തോന്നിയത്, ഞാൻ യങ് ചിൽഡ്രൻ, ദാറ്റ് ഈസ് 10th 11th 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ് ഇതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ തീരെ കൊച്ചുകുട്ടികളല്ല. പിന്നെ ആസ് എ സ്കൂൾ ഇന്നത്തെ എഡ്യൂക്കേഷനിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉള്ള ഒരു കാര്യവും കൂടാണ്. ഉറപ്പായിട്ടും ഇതിനൊരു അഡ്വർടൈസ്മെൻറ്റ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്കൂളിലെ പ്രിൻസിപ്പലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ആ കുട്ടികളെ എല്ലാവരെയും ബസ്സിൽ കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു പടമാണിത്. ഞങ്ങൾ പറഞ്ഞു തരാത്തത്, ഞങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഈ സിനിമയിലൂടെ കാണൂ, ഈ സിനിമയിലൂടെ മനസ്സിലാക്കൂ എന്നുള്ളതാണ് ആ പടം. ബെസ്റ്റ്. താങ്ക് യു. നല്ല സിനിമയാണ്. ഒരു നമ്മൾ തണ്ണീർമത്തൻ ദിനങ്ങളെന്നൊക്കെ പറയില്ലേ, ആ സിനിമ പോലെ കണ്ടിരിക്കാൻ പറ്റും. ഒരു പ്രത്യേകിച്ച് എന്ന് പറയാൻ കൗമാരക്കാർക്കൊക്കെ കാണാൻ പറ്റിയ സിനിമയാണ്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു 35, ഈ 2024 ഒരു 35 പിന്നിട്ട ഒരു 50 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ അവരുടെ ഒരു പഴയ കാലം നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സിനിമയാണ്. എന്ന് പറയുമ്പോൾ 1990 2000 കൗമാര ദിശയിലൊക്കെ ഉള്ളവർക്ക് അവരുടെ പഴയ കാലമൊക്കെ ഓർമ്മിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. വേണമെങ്കിൽ അതിനൊരു സെക്സ് എഡ്യൂക്കേഷൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. യാതൊരു വൾഗാരിറ്റി ഇല്ലാതെ നന്നായിട്ട് പറഞ്ഞു പോകുന്ന കഥ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ആളില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നല്ല ഫിലിമാണെന്ന് അറിഞ്ഞു വരുമ്പം ബാക്കിയുള്ളവർ കയറുമായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് 35-50 വയസ്സിനിടയിലുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ അവരറിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വന്ന് കാണുന്ന സിനിമയായിരിക്കും. നമ്മുടെ ഇൻ്റർനെറ്റും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ അന്നത്തെ ചെറുപ്പക്കാർ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ചെയ്തിരുന്ന ചില കാര്യങ്ങൾ അത് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വരാം. അവരുടെ എന്താ പറയുക, അച്ഛനും മാമനും കൊച്ചനും വല്യച്ഛനും ഒക്കെ പണ്ട് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ചെയ്തിരുന്നു എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വരാം. നല്ല ഫിലിമാണ്.